എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ദുബായിൽ ഏറ്റവും മികച്ച കമ്പനിയിൽ സ്ഥിരതയുള്ള ഒരു ജോലി, മികച്ച ശമ്പളം, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു മികച്ച അവസരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ടുള്ള ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ദിവസേന 1000-ൽ അധികം വിമാനങ്ങൾക്ക് ഭക്ഷണവും മറ്റു വിമാന സേവനങ്ങളും ഒരുക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് 15ഓളം പോസ്റ്റുകളിലേക്കായിട്ടാണ് നിലവിൽ ജോലിയൊഴിവുകൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി അങ്ങനെ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും ഇവിടെ അവസരമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. അപ്പോൾ ഒരു മികച്ച അവസരമാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 100% ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതിനിടയിൽ ഏജൻസികൾ ഒന്നും തന്നെ ഇല്ല. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്കില്ലാതെ ജോലി നേടാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15ഓളം പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് പോസ്റ്റ്, അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. 15 പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ? HR സ്പെഷ്യലിസ്റ്റ്, HR മാനേജർ, സീനിയർ ടീം മാനേജർ, EFS അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ, ലൈൻ സൂപ്പർവൈസർ, അസിസ്റ്റന്റ് ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി, സീനിയർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ, ടീം മെമ്പർ, ഹോസ്റ്റസ്, മിക്സോളജിസ്റ്റ്, ബാരിസ്റ്റ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഓരോ പോസ്റ്റിലേക്കും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പോകുന്ന ആദ്യത്തെ വേക്കൻസി HR സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത, നിങ്ങൾക്ക് പ്രധാനമായിട്ടും ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും മിനിമം 7 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. രണ്ടാമത്തെ വേക്കൻസി വരുന്നത് HR മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെയും ബാച്ചലർ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെയും 7 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ വേക്കൻസി സീനിയർ ടീം മെമ്പർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ എക്സ്പീരിയൻസ് ഉള്ളവരും മിനിമം ഇതേ മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിരിക്കണം. നാലാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് EFS അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും MS ഓഫീസിൽ സ്കില്ലുമുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ഫുഡ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെയും ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും മിനിമം 6 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ആറാമത്തെ വേക്കൻസി ഓപ്പറേഷൻ മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം ഇതേ മേഖലയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ 5 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. എട്ടാമത്തെ വേക്കൻസി ലൈൻ സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഇവിടെ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു യോഗ്യത ഈ ഒരു മേഖലയിൽ 5 വർഷത്തെ, അതായത് ലൈൻ സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിൽ 5 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇവിടെ മുൻഗണനയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 10ാമത്തെ വേക്കൻസി വരുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഡിഗ്രി മാത്രമുള്ളവരെ ഇവിടെ പരിഗണിക്കില്ല. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള 11ാമത്തെ വേക്കൻസി സീനിയർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്നൊരു പോസ്റ്റാണ്. മിനിമം ഈ ഒരു മേഖലയിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഇവിടെ വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ടീം മെമ്പർ എന്നൊരു പോസ്റ്റിലേക്കാണ്.
ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ടീം മെമ്പറായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, നിങ്ങൾക്ക് ടീം മെമ്പറായിട്ട് അത് ഈ സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കരുത്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. മറ്റു ബ്രാൻഡഡ് കമ്പനികളിൽ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പുകളിൽ, ഇപ്പോൾ ഈ KFC പോലെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം മെമ്പർ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത്. ഒരു മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു അവസരം പാഴാക്കരുത്. ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യുക. ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വേക്കൻസി ഹോസ്റ്റസ് എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നത് മാത്രമല്ല, ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു ജോലിക്കായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി പറയുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. പല പ്രധാനപ്പെട്ട കമ്പനികളും അവർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികൾ ഈ ചാനൽ വഴി ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എമിറേറ്റ്സ് എന്നൊരു കമ്പനി അവർ ഈ ബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേക്കൻസികൾ കൂടുതലും ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നമ്മൾ റിപ്പോർട്ട് പറഞ്ഞിരുന്നു. അവിടെയും ഇവിടെയും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വേക്കൻസിയാണ് ബാർ ടെൻഡർ അല്ലെങ്കിൽ മിക്സോളജിസ്റ്റ് പോലെയുള്ള, അതായത് ബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേക്കൻസി. തീർച്ചയായിട്ടും നല്ലൊരു വേക്കൻസിയാണ്. ഇവിടെ ഈ ഒരു കമ്പനിയിൽ മിക്സോളജിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള നിങ്ങൾക്ക് ബാറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലോ ഇൻഡസ്ട്രിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. മിനിമം ഹൈസ്കൂളാണ് പ്രധാനമായിട്ടും യോഗ്യതയായിട്ട് ചോദിച്ചുള്ളത്. കൂടാതെ നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ബാർ അറ്റൻഡറായിട്ടൊക്കെ 4 വർഷത്തെ എക്സ്പീരിയൻസും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിൽ ജോലി നേടാനുള്ള അവസരമുണ്ട്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി 15ാമത്തെ വേക്കൻസി ബാരിസ്റ്റ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ നമ്മൾ പല കമ്പനിയിലേക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അവസരം ഉണ്ടായിരുന്നു ബാരിസ്റ്റ എന്ന പോസ്റ്റിൽ. എന്നാൽ ഇവിടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അത് 1, 2, 3 വർഷത്തെ അല്ല, 5 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഡിപ്ലോമയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതിലേക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും എടുത്തു പറയുന്നു, ഇത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ഇതിനിടയിൽ ഏജൻസികൾ ഒന്നും തന്നെയില്ല. എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം. സെലക്ട് ആവോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യം CV അയച്ചു കൊടുക്കണം. അതിനുശേഷമായിരിക്കും ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്ത് തന്നെ ആയാലും ഈ ഒരു അവസരം പാഴാക്കരുത്. പിന്നെ ഇതിലേക്കായിട്ട് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും. കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ പോവുക. അവിടെ ഈ കമ്പനി ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വേക്കൻസികളെല്ലാം കാണാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്നും നമ്മൾ പറയുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറക്കരുത്, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. അവിടെ ATS CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് ATS CV എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കരുത്. താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിച്ചോളൂ. സമയം കളയണ്ട.